സഹോദരിമാർ, 18 വയസ്സായ 16-18 വയസ്സ് പൂർത്തിയായ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സമുദായത്തിലെ ഹാജിയാക്കന്മാരുടെ മക്കൾ, മുസ്ലിയാക്കന്മാരുടെ മക്കൾ, ഈ സമുദായത്തിലെ അഡ്രസ്സും ഈ സമുദായത്തിലെ ഐഡന്റിറ്റിയും പേര് ജീവിക്കുന്ന ഈ സമുദായത്തിലെ പെൺമക്കൾ കോടതിയുടെ വരാന്തയിൽ വെച്ച് അന്യമത സഹോദരന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ, ഇത്രയും കാലം എനിക്ക് അന്നം നൽകിയ, ഇത്രയും കാലം എനിക്ക് ജീവിതം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മായ എനിക്ക് വേണ്ട, എന്റെ വാപ്പാനെ എനിക്ക് വേണ്ട, എന്റെ അശോകേട്ടനെ മാത്രം എനിക്ക് മതി, അതല്ലെങ്കിൽ എന്റെ ഫത്താഹിക്കായ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കയറി വന്ന ഒരു തന്റെ കൈക്ക് പിടിച്ച് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മാനെ കണ്ണീര് കുടിപ്പിച്ച് വാപ്പാനെ കണ്ണീര് കുടിപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന എത്ര പെൺകുട്ടികളായി ഈ സമുദായത്തിലുള്ളത്. പെങ്ങളെ കണ്ടില്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണസാരഥ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മദീനയിലൂടെ ഒരു പാതിരാ സമയത്ത് ഇങ്ങനെ മഹാനവറുകൾ ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ പാതിരാവിന്റെ പഴുതിൽ എവിടെ നിന്നോ ഒരു വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാതിരാത്രിയുടെ യാമത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ആരോ പാട്ടുപാടുന്നു. എവിടെ നിന്നോ ശോകാർദ്രമായൊരു പ്രേമഗാനം ആരോ ആലപിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാതോർത്ത് നോക്കി, എവിടുന്നാ ശബ്ദം കേൾക്കണത്, എവിടുന്നാ പാട്ട് കേൾക്കണത്? മെല്ലെ മെല്ലെ പാട്ട് കേട്ട താഴ്വാരയിലേക്ക് നടന്ന് ചെല്ലുന്നു. ഒരു ചെറിയ താഴ്വാരത്ത് ഒരു ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ നിന്നും ഒരു മധുര 17കാരിയായ പെണ്ണിന്റെ പാട്ടാണ്. തതാവാല ഹാദൽ ലൈലു ഫഹ്തസ്സ ജാനിബു ഫഅറാഖനി അല്ലാ ഖലീലുൻ നുലാഇബു ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു തതവാല ഹാദൽ ലൈലു ഫഹ്തസ്സ ജാനിബു. ഓ ഈ രാത്രിയത്തെ സുദീർഘമാണ്. ഒരു വീട്ടിന്റെ അകത്തളത്തിൽ ഏകാഗിയായ ഒരു മധുര 17കാരിയായ പെണ്ണ് പാടുകയാണ്. ഈ രാത്രി എത്ര സുദീർഘമാണ്. എന്തുകൊണ്ടാണ് കിഴക്കൻ ചക്രവാള സീമയിൽ സൂര്യൻ ഉദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രാത്രി ഒന്ന് പെട്ടെന്ന് പ്രഭാതമാകാത്തത്? എന്തുകൊണ്ടാണ്? ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്. എന്റെ കളിത്തോഴൻ എന്റെ അടുക്കൽ എന്നോടൊപ്പം കിടപ്പറ പങ്കിടാൻ, എന്റെ കളിത്തോഴനായ എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ എന്റെ ഭർത്താവ് എന്റെ കിടപ്പറയിൽ എന്നോടൊപ്പം ഇല്ലല്ലോ. ഈ രാത്രി എന്താണെന്ന് നേരമെടുക്കാത്തത്? ഈ രാത്രി എന്താണെന്ന് പ്രഭാതമാകാത്തത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും സശ്രദ്ധപൂർവ്വം ആ പാട്ടിനിങ്ങനെ കാതോർത്തു. ആ പെണ്ണ് പറയുന്നു, ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു. പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിൽ എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് ആത്മാർത്ഥതയും സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ, ഏകയായി കഴിയുന്ന പെണ്ണ് പാടുന്നു, പടച്ചോനാണ് എനിക്ക് പടച്ചോനെ പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ, ഈ താഴ്വാരത്ത് ആട്ടിൻപറ്റങ്ങളെ നയിക്കാൻ വരുന്ന കോമളന്മാരായ ആൺപിള്ളേരെ കൊണ്ട് എന്റെ കട്ടില് ചലിക്കുമായിരുന്നു. പക്ഷേ ഫവല്ലാഹി
ലൗലല്ലാഹി തുഖ്ശാ വാഖിബൂ. ആ പെങ്ങളുടെ മനസ്സകങ്ങളിൽ അല്ലാഹുവിനോട് പേടിയുണ്ട്. ആ പെങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഭർത്താവിനോടുള്ള കടപ്പാടിന്റെയും ഇഷ്ടത്തിന്റെയും ആത്മാർത്ഥതയുടെയും മലമാലകൾ നിലയ്ക്കാതെ പ്രവഹിക്കുന്നുണ്ട്. ഇതെന്തൊരു മഹിതമായ മാതൃകയാണ്. ആർക്കാണ് ഈ മാതൃകയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക? അങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് വിജയം ലഭിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരാജയമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിലാണ്, ഇല്ലാ മൻ അബാ. വിലങ്ങി നിന്ന ആളുകൾ ഒഴികെ, വിലങ്ങി വിധേയപ്പെടാതെ നിന്ന ആളുകൾ ഒഴികെ എന്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിലാണ്. ആ നേരത്ത് സഹാബത്ത് ചോദിച്ചു, ഖീല വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാ നബിയെ അവിടുത്തോട് വിലങ്ങ് കാണിച്ച ആളുകൾ? ആരാ നബിയെ അവിടുത്തോട് നിഷേധം കാണിച്ച ആളുകൾ? ആരാ നബിയെ അവിടുത്തോട് പുറംതിരിഞ്ഞു നിന്ന ആളുകൾ? അപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നോട് വിരോധം പുലർത്തിയ ആളുകൾ, ഞാൻ പഠിപ്പിച്ച ദീനിനെതിരെ വിസമ്മതം കാണിച്ച ആളുകൾ, അവർ നരകത്തിലാണ്. സഹോദരങ്ങളെ, നന്മ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പോകാം, തിന്മ ചെയ്താൽ നമുക്ക് നരകത്തിൽ പോകാം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തു വലഹും മാ യദ്ദഊൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ നമ്മൾ എത്ര തവണ പാരായണം ചെയ്ത സൂറത്താ, നമ്മൾ എത്രയോ തവണ പാരായണം ചെയ്ത സൂറത്തല്ലയോ? ആ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്ന മഹിതമായ ആശയം കണ്ടോ? സന്മാർഗം ചെയ്ത ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു സ്വർഗം സംവിധാനിച്ചിട്ടുണ്ട്. മഹിതമായ സ്വർഗമാണ്, സുഗാഡംബരങ്ങളുടെ പറുദീസകൾ ഒരുങ്ങിയ സ്വർഗമാണ്. അവർ ആ സ്വർഗീയ ലോകത്ത് അവരുടെ ഇണകളുമായി അവരതാ അവിടുത്തെ മനോഹരമായ കട്ടിലുകളിൽ അവർ ഉല്ലസിക്കുന്ന ആളുകളാണ്. അവർക്കിഷ്ടമുള്ളതെന്തും അവിടെ നിന്ന് കിട്ടും. അവർ നനയ്ക്കുന്ന പഴങ്ങളെല്ലാം അവർക്ക് ഭക്ഷിക്കാം. പാലിനേക്കാൾ വെണ്മയുള്ള, തേനിനേക്കാൾ മധുരമുള്ള, മിസ്കിനേക്കാൾ സുഗന്ധമുള്ള പാനീയങ്ങൾ അല്ലാഹു അവരെ കുടിപ്പിക്കുകയാണ്. മോഹിച്ചതെത്തുന്നുണ്ട്, ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരെടുത്തുണ്ട്, സ്ക്രൂ തിരിക്കണ്ട, പറക്കും ശരീരത്തിലുണ്ട്, കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി, പാറുമേ പറയണ്ട, വിളമ്പണ്ട, നീ അതിൽ പാചകം ചെയ്യണ്ട, കുൻ എന്ന സുച്ചതിനൊക്കെയുണ്ടതുകൊണ്ടാ, കാലപ്പഴക്കം കൊണ്ടു നീ നരക്കണ്ട, 33-ലൊരിക്കലും കവിയണ്ട, റബ്ബിന്റെ തൗഫീഖാൽ ഇതെല്ലാം തന്നെ
ലഭിക്കുന്നതാണ് അവനിഷ്ടമായാൽ നിന്നെ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരൻ തന്നാണ് നീ എക്കാലവും. നീ വലിയ പാവപ്പെട്ടവനായിരുന്നു, മുതലാളിമാരൊക്കെ അവൻ പാവപ്പെട്ടവനാടാ, സമൂഹത്തിൽ താണ കാറ്റഗറിയിലുള്ളവനാടാ എന്ന് പറഞ്ഞ് നിന്നെ പുച്ഛിച്ചിട്ടുണ്ടാവാം മോനെ. എന്നാൽ അല്ലാഹുവിനെ പേടിച്ച് നീ ജീവിച്ചത് കൊണ്ട് ആഖിറത്തിൽ നീ കോടീശ്വരനാണ്. നീ ഉദ്ദേശിക്കുമ്പോൾ പാറുന്ന ശരീറുകൾ, കട്ടിലുകൾ അതിലുണ്ട്. നീ ഉദ്ദേശിക്കുമ്പോൾ നിനക്ക് ഭുജിക്കാൻ പറ്റിയ പഴങ്ങൾ അതിലുണ്ട്. എന്നാൽ അല്ലാഹുവിന് നീ വിരുദ്ധം പ്രവർത്തിച്ചാലോ, അല്ലാഹുവിന് ഞാൻ വിരുദ്ധം പ്രവർത്തിച്ചാലോ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മാറി നിൽക്കിനടാ ഇന്നേ ദിവസം, മാറി നിൽക്കിനടാ ഇന്നേ ദിവസം അല്ലാഹു കൽപ്പിക്കുകയാണ്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കതീറൻ ഫലം തകൂനു തഅഖിലൂൻ ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. വിശുദ്ധ ഖുർആനിൽ എത്ര തവണയാ നമ്മളിത് പാരായണം ചെയ്തത് സഹോദരാ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കതീറാ ഫലം തകൂനു തഅഖിലൂൻ. വല്ലാതെ അതിർലംഘനം ചെയ്തു പോയല്ലേ, എന്നെ നീ അനുസരിച്ചില്ലല്ലോടാ, എന്നെ നീ അനുസരിച്ചില്ലല്ലോടാ. അല്ലാഹു പറയുകയാണ് വിശുദ്ധമായ ഖുർആനിൽ, അഫലം തകൂനു തഅഖിലൂൻ. ആലോചിച്ചൂടായിരുന്നോ? ബുദ്ധി തന്നില്ലേ? ചിന്തിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ആലോചിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ഒരല്പം ചിന്തിക്കാമായിരുന്നല്ലോ, ഒരല്പം ആലോചിക്കാമായിരുന്നല്ലോ. അതാ ഫലാ തഅഖിലൂൻ ഹാദിഹി ജഹന്നമുല്ലതി, ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. ഇതാ ഈ കാണുന്ന നരകം കണ്ടോ, അത് നിനക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകമാണ്. സുബ്ഹാനല്ലാഹ്, നാരകീയ ശിക്ഷ എത്ര കഠിന കഠോരമാണ് സഹോദരങ്ങളെ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ദാഹിക്കുന്നേ, ദാഹിക്കുന്നേ, ഞങ്ങൾക്ക് വെള്ളം തരണേ, ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നിങ്ങനെ നിലവിളിച്ച് നിലവിളിച്ച് നരകീയവാസികൾ ഇങ്ങനെ നിലവിളിക്കുന്ന നേരത്ത് അതാ പടച്ച റബ്ബ് ഒരു പ്രത്യേക ചീഞ്ചലം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അതിങ്ങനെ കുടിക്കാൻ വേണ്ടി അതിന്റെ പാത്രം ഇങ്ങനെ അടുപ്പിക്കുമ്പോഴോ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ആർക്കാണ് ശിക്ഷയെ തടയാൻ കഴിയുക? ലിമനിൽ മുൽക്ക്, ആർക്കാണ് അധികാരം? ആർക്കാണ് അധികാരം? അല്ലാഹ് ചോദിക്കുന്ന ഭയാനകമായ ആഖിറമുണ്ടല്ലോ. ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ പടച്ച റബ്ബ് നമ്മളെ ശിക്ഷിക്കാൻ തുനിഞ്ഞാൽ ആർക്കാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക? ഒരു വക്കീലിന്റെ വാദവും അവിടെ ജയിക്കില്ല. ഒരു മുതലാളിയുടെ പണവും അവിടെ വില പോകില്ല. ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ സ്വാധീനവും അവിടെ ജയിക്കില്ല. ഒരു പണ്ഡിതന്റെ സ്വാധീനവും അവിടെ ജയിക്കില്ല. അല്ലാഹ് ചോദിക്കുന്നു, ഇന്ന് ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ഇന്നലെ പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരുന്നു,
മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരുന്നു. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മേലാളന്മാർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും ഐജിമാർക്കും DGPമാർക്കും അധികാരമുണ്ടായിരുന്നു. മിലിറ്ററിക്ക് അധികാരമുണ്ടായിരുന്നു. ഇന്നാർക്കാണ് അധികാരമുള്ളത്? ഞാനാണ് അധികാരി. ഇവിടെ ഒരു അധികാരിക്കും ഇന്ന് അധികാരമില്ല. അതീശാധികാരങ്ങളുടെ അധികാരിയായ, അതീശാധികാരങ്ങളുടെ മുഴുവനും അധികാരിയായ, രാജാവായ, അധികാരികളുടെ അധികാരിയായ, അധികാരം പുലർത്തുന്ന അധികാരി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ അന്നേ ദിവസം ആർക്കും അധികാരമില്ല. നാരകീയമായ ശിക്ഷയിലേക്ക് എന്നെയും നിങ്ങളെയും പടച്ച റബ്ബ് വലിച്ചെറിഞ്ഞാൽ, ആ വെള്ളം ഇങ്ങനെ നമ്മൾ കുടിച്ചാൽ, നരകത്തിൽ നിന്ന് നമുക്ക് കുടിക്കാൻ തരുന്ന ജലം ഇങ്ങനെ കുടിച്ചു പോയാൽ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ ഞൊറുങ്ങുന്നതാ, പിൻദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. നരകത്തിലുണ്ടേ ആഴമേറിയ കുണ്ടുകൾ, വിഷം മൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ. കാള പോലെ വലിപ്പമുള്ള തേളുകൾ അതിനകത്തുണ്ട്, വലിയ സർപ്പങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ പറയുമ്പോ കുറച്ചൊക്കെ പണവും പത്രാസും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ കള്ളവല്ലേ മുസ്ലിയാരെ, ഇതൊക്കെ കള്ളക്കഥകളല്ലേ മുസ്ലിയാരെ. അനുഭവങ്ങളാണ് മോനെ നിനക്ക് പാഠങ്ങളുള്ളത്. അബൂജഹലിന്റെ അടുത്ത് റസൂലുള്ള ചന്ദ്രൻ രണ്ടാക്കി പിളർത്തി കൊടുത്തപ്പോ അബൂജഹൽ പറഞ്ഞു, ഇത് മായാജാലമാണ് മുഹമ്മദേ, നീ ചന്ദ്രനെ പിളർത്തിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? അദീമായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. നമുക്ക് ഇന്നിവിടെ ദുആയിരന്ന് പിരിയാം. അദീമായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസിന് കബൂലിയത്ത് തരണം. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാകണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഞാനും നിങ്ങളുമെല്ലാം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടണം. എല്ലാ അർത്ഥത്തിലും ഹബീബുമായി നമ്മൾ അടുക്കണം. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി വൈരാഗ്യമില്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി ദേഷ്യമില്ല. എന്റെ പെങ്ങന്മാർ, എന്റെ സഹോദരിമാര് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിതൊക്കെ പരാമർശിച്ച് സംസാരിച്ചത്. എന്തുകൊണ്ടാ ഞങ്ങളെ മാത്രം ഇങ്ങനെ വേദനിപ്പിച്ചതെന്നാരും വിചാരിച്ചു ബേജാറാകണ്ട. പെങ്ങളെ, ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനല്ലേ, ഖബറിൽ നമുക്ക് രക്ഷപ്പെടാനല്ലേ. ഈ പാവപ്പെട്ടവന്റെ വാദ കേട്ടിട്ട് എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും അതാ ദീനിയായി ജീവിച്ച് ഔറത്ത് മറച്ച് പടച്ച റബ്ബിനെ പേടിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഹബീബിന് ഇഷ്ടമില്ലാത്തത് വെടിഞ്ഞിട്ട് എന്റെ ചെറുപ്പക്കാരും എന്റെ മജ്ലിസിൽ വന്ന ആളുകളും നല്ലൊരു ജീവിതം നയിച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ സംഗമിച്ചതുപോലെ സ്വർഗത്തിലും നമുക്ക് സംഗമിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിനെ പേടിക്കണം. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എല്ലാ അർത്ഥത്തിലും കൃത്യമായി 5 നേരം നിസ്കരിക്കണം. ആരും പലിശ ഇടപാടുമായി ബന്ധം നടത്തരുത്, ആരും കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, തോന്നിവാസം ചെയ്യരുത്, ഒരു സഹോദരനെയും അന്യായമായി ആക്രമിക്കരുത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വഫീ റിവായത്തുൻ ഉഖറാ ലി അഹ്മദിൻ അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നമ്മൾ പൂർണ്ണനായ മുസ്ലിം ആകണമെങ്കിൽ ഒരു മുസ്ലിം സഹോദരനോ ആയിക്കോട്ടെ അമുസ്ലിം സഹോദരനോ ഒരു മനുഷ്യനെയും നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല.
നമ്മുടെ നാവ് കൊണ്ടൊരു മനുഷ്യനും വേദനിക്കരുത്, നമ്മുടെ കൈ കൊണ്ടൊരു മനുഷ്യനും വേദനിക്കരുത്. അങ്ങനെ വേദനിച്ചാൽ നമ്മൾ മുസ്ലിം അല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മഹിതമായ ആശയവും ആദർശവും അതാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. അളീമായ റബ്ബ് നമ്മൾ എന്തൊക്കെ താന്തോന്നിവാസം കാണിച്ചിട്ടും എന്തൊക്കെ ധിക്കാരം കാണിച്ചിട്ടും എന്തുകൊണ്ടാ പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും ഒന്നും പിടിച്ച് ശിക്ഷിക്കാത്തത്? നമ്മൾ വിചാരിക്കും പടച്ചോൻ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ്. ومهملات للفلاتير صب عليكم العذاب واسرعوا. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ പ്രായമുള്ള ഉപ്പമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന എത്രയോ പ്രായമുള്ള ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല ആരോരും ആശ്രയം നൽകാത്ത അനാഥ മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരു പാപവും ചെയ്യാത്ത ശിശുക്കളായ ഉമ്മമാരുടെ മുല കുടിക്കുന്ന ചെറിയ മക്കൾ ജീവിക്കുന്നുണ്ട്. പോരാ പോരാ ഉറുമ്പിൻ കൂട്ടങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആയിരുന്നെങ്കിൽ സുബ്ബാലൈക്കുമുൽ അദാബു പരമ്പര പരമ്പരയായി അളീമായ റബ്ബിന്റെ പരീക്ഷണങ്ങളും അദാബുകളും തോന്നിവാസം ചെയ്ത നമ്മളെ, തെറ്റു ചെയ്ത നമ്മളെ കടന്നു പിടിക്കുമായിരുന്നു. അവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ സേഫ്റ്റി ഫുള്ളായി ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും അളീമായ പടച്ച റബ്ബിലേക്ക് മടങ്ങണം. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ദീനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോ ആഖിറത്തിൽ അല്ലാഹു വലിയ പദവി തരും. ഏത് പെണ്ണ് മാടി വിളിച്ചാലും ദഅതു ഇംറാത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഖാല ഇന്നി അഖാഫുല്ലാഹ്. കുലവതിയായ സൗന്ദര്യമുള്ള പെണ്ണ് വിളിക്കുമ്പോ മോളെ എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ടടി എന്ന് പറഞ്ഞാൽ സബഅതു യുദില്ലുഹും അല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. റസൂലുള്ള നാളെ പരലോകത്ത് 7 ആളുകൾക്ക് തണല് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാള് ഒരു സുന്ദരിയായ സൗന്ദര്യവതിയായ പെണ്ണ് വ്യഭിചരിക്കാൻ വിളിക്കുമ്പോ അവൻ എല്ലാ അവസരവും ഒത്തു വന്നിട്ട് അവൻ പറയുന്നു, എനിക്കാരോഗ്യം തന്ന, എനിക്കെല്ലാം തന്ന അളീമായ റബ്ബിനെ എനിക്ക് പേടിയുണ്ട് മോളെ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒഴിഞ്ഞു മാറിയാൽ, മോനെ നിനക്ക് നാളെ അർശിന്റെ തണല് വാഗ്ദാനം ചെയ്തത് ഞാനല്ല, സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി കള്ളം പറയുമോ? നബി കള്ള വാഗ്ദാനം നമ്മളോട് നടത്തുമോ? മുസ്ലിമീങ്ങളെ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാര്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ പെങ്ങന്മാരെ, സഹോദരിമാരെ, കാലഘട്ടമെല്ലാം നിങ്ങളെ തോന്നിവാസങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് ഔറത്ത് മറച്ച് പഠിച്ച റബ്ബിങ്കൽ സമർപ്പിച്ച് ജീവിതം നയിച്ചാൽ സ്വർഗീയാരാമത്തിലേക്ക് അള്ളാഹു നിങ്ങളെ സ്വാഗതം ചെയ്യും. മഹദി ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹാ നേതൃത്വം നൽകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയും. ഖദീജത്തുൽ കുബ്ര നേതൃത്വം നൽകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയും. അല്ലാതെ ദുനിയാവിന്റെ ഫാഷൻ പരേഡുകൾക്കും അടിച്ചുപൊളികൾക്കും തോന്നിവാസങ്ങൾക്കും പിന്നാലെ പോയാൽ ഏറ്റവും കൂടുതൽ മേറാജിന്റെ രാത്രിയിൽ ഹബീബ് നരകത്തിൽ കണ്ടത് ആരെയാണ്? എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങളെയാണ്. എന്റെ പെങ്ങളെ, നീ നരകത്തിൽ പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് വിനീതനായ നിന്നോട് കടപ്പാടും സ്നേഹവുമുള്ള ഒരു സഹോദരന്റെ സതുപദേശമായി നീ എടുക്കണം. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നീയും ജീവിക്കണം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ.
ഇതാറത്തു തർഗീബി വത്തശ്വീഖ് ഇലാ താരീഖിൽ മസാജിദി തലാതത്തിൽ ബൈത്തി വൽ അതീഖ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൽ ഖവാരിസ്മി എന്ന പണ്ഡിതനാണ് ആ ഗ്രന്ഥം രചിച്ചത്. ഹിജ്റ 678 വഫാത്തായി പോയ മഹാനാണ്. അവിടുന്ന് ആ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കൊണ്ടുവരുന്നു. എന്താണ് ആ അധ്യായം എന്നല്ലേ? മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിനകത്ത് മഹാനായ അബൂബക്കറുൽ ഖത്താനി റഹിമഹുള്ളയെ തൊട്ടൊരു സംഭവം ഉദ്ധരിക്കുന്നു. എന്താണ് സംഭവം? അബൂബക്കറുൽ ഖത്താനി റഹിമഹുള്ള പറയുന്നു, ഞാനങ്ങനെ ദഖൽതുൽ ബാദിയത ഫറഅയ്തു ഫഖീറൻ മയ്യിതൻ, ഞാനൊരു താഴ്വാരയിൽ അങ്ങനെ പ്രവേശിച്ചു. നോക്കുമ്പോഴതാ ഒരു ഫഖീറായ ജനാസ അവിടെ കിടക്കുന്നു. ഒരു ഫഖീറായ മയ്യിത്ത് അവിടെ കിടക്കുന്നു. ആ മയ്യിത്താണെങ്കിൽ വഹുവ യദ്ഹഖു, ആ മയ്യിത്ത് ചിരിക്കുകയാണ്. ഞാനിങ്ങനെ മയ്യിത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, തദ്ഹഖു അന്ത മയ്യിത്തുൻ, നിങ്ങൾ ജനാസയല്ലയോ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അന്നേരം ഒരു അശരീരി കേൾക്കുന്നു, ഹക്കദൽ മുഹിബ്ബൂന ലില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ അവര് മരണപ്പെട്ടാലും ചിരിക്കുന്ന ആളുകളാണ്. ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യന്റെ ജനാസയുടെ അവസ്ഥയാണ്. ഞാനും മരണപ്പെട്ടു പോകും, നമ്മളും മരണപ്പെട്ടു പോകും. അദീമായ പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫീ ദിക്രി അഹ്വാലി സലഫി സ്വാലിഹീന അൽ മുതഅബ്ബിദീന വൽ മുജാവിരീന വൽ മുതവജ്ജിഹീന ഇലാ ഹറമില്ലാഹി ശരീഫ് എന്ന അധ്യായത്തിൽ മഹാനായ അബൂബക്കറുൽ ഖത്താനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇദാറത്തു തർഗീബി വത്തശ്വീഖ് ഇലാ താരീഖിൽ മസാജിദി തലാതത്തിൽ ബൈത്തി വൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.